നമസ്കാരം. കാരണവർ വധക്കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഷെറിന് ജയിൽ മോചനം സാധ്യമാകുന്ന തരത്തിലെ സർക്കാർ ശുപാർശ പുറത്തുവരുമ്പോൾ ചർച്ചയാകുന്നത് നല്ല നടപ്പിലെ കള്ളക്കളികളാണ്. ജയിലിനുള്ളിൽ പോലും നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ഷെറിൻ എങ്ങനെയാണ് ഇതിനർഹതയായതെന്ന് ആർക്കും പിടികിട്ടുന്നില്ല. ഇടതുമുന്നണിയിലെ പ്രധാന ഘടകകക്ഷി നേതാവ് ഷെറിന് വേണ്ടി ചരടുവലികൾ നടത്തിയിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഈ സമ്മർദ്ദം കൂടുതൽ ശക്തമായി. മുന്നണി വിട്ടേക്കുമെന്ന് പോലും ഈ നേതാവ് സൂചനകൾ നൽകി. ഇതെല്ലാം പരിഗണിച്ചാണ് ഷെറിന് മോചന അവസരം ഉണ്ടായതെന്നാണ് സൂചനകൾ. കഴിഞ്ഞ വർഷമാണ് എല്ലാം തുടങ്ങുന്നത്. ഷെറിന്റെ ശിക്ഷ ഇളവ് ചെയ്ത് വിട്ടയക്കാനുള്ള അപേക്ഷ പരിഗണിച്ച ജയിൽ ഉപദേശക സമിതി അനുകൂല തീരുമാനമെടുത്തത് ഈ അപേക്ഷയിൽ മാത്രമായിരുന്നു. മാസങ്ങളായി പരോൾ ലഭിക്കുന്നില്ലെന്നും പരോൾ അനുവദിക്കണമെന്നും കണ്ണൂർ വനിതാ ജയിലിലെ മറ്റു 2 തടവുകാർ നൽകിയ അപേക്ഷ 2024 ഓഗസ്റ്റ് 8 ചേർന്ന ഉപദേശക സമിതി അംഗീകരിച്ചില്ല. ഇവർക്ക് പോലീസ് റിപ്പോർട്ട് എതിരാണെന്ന് കാരണമാണ് ചൂണ്ടിക്കാട്ടിയത്. അതേസമയം ഷെറിന്റെ കാര്യത്തിൽ പോലീസ് റിപ്പോർട്ടും സാമൂഹിക നീതി വകുപ്പിന്റെ പ്രൊബേഷൻ റിപ്പോർട്ടും അനുകൂലമായി വന്നു. ജയിലിൽ നല്ല നടപ്പുകാരിയാണെന്ന് ജയിൽ സൂപ്രണ്ടും റിപ്പോർട്ട് നൽകി. ഇതെല്ലാം കേരളത്തെ ഞെട്ടിച്ചതാണ്. മോചന ശുപാർശ രാജ്ഭവനിലേക്ക് പോകുന്നതിനിടയിലും ഷെറിൻ ജയിലിൽ പ്രശ്നമുണ്ടാക്കി. പക്ഷേ അതൊന്നും പിന്നീട് മോചന ശുപാർശ അയച്ചപ്പോൾ പരിഗണിച്ചില്ല. ജയിലിലെ നല്ല നടപ്പുകാരിയായി തന്നെ ഫയലിൽ ഷെറിൻ തുടർന്നു. ഇതാണ് രാജ്ഭവനും ഫയലിനെ അംഗീകരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയത്. നല്ല നടപ്പുകാരിയെന്ന് ജയിൽ വകുപ്പ് അംഗീകരിക്കുന്ന ഷെറിനെ മുൻപ് 2 ജയിലുകളിൽ നിന്ന് മാറ്റിയത് ജീവനക്കാരുടെയും സഹതടവുകാരുടെയും പരാതിയെ തുടർന്നാണ്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ കഴിയവെ പരാതിയെ തുടർന്ന് ആദ്യം വിയൂരിലേക്കാണ് മാറ്റിയത്. അവിടെ ജോലി ചെയ്യാൻ മടി കാണിച്ചതിന് ജയിൽ ജീവനക്കാരുമായി പ്രശ്നങ്ങളുണ്ടായി. ഇതേ തുടർന്നാണ് കണ്ണൂർ വനിതാ ജയിലിൽ എത്തിച്ചത്. പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ റിമാൻഡ് കാലാവധിയും ശിക്ഷാ കാലാവധിയായും കണക്കാക്കും. അതനുസരിച്ച് 2009 നവംബറിൽ റിമാൻഡിലായ ഷെറിൻ 2023 നവംബറിൽ 14 വർഷം തികച്ചു. പിന്നീട് ആദ്യം ചേർന്ന ജയിൽ ഉപദേശക സമിതിയിലാണ് ഷെറിന്റെ അപേക്ഷ പരിഗണിച്ചത്. 14 വർഷം ജയിലിൽ കഴിഞ്ഞ ജീവപര്യന്തം തടവുകാരുടെയെല്ലാം മോചനാപേക്ഷ ജയിൽ ഉപദേശക സമിതിക്ക് മുൻപിൽ വരാറുണ്ടെങ്കിലും ആദ്യ അപേക്ഷ അംഗീകരിക്കുന്ന കീഴ്വഴക്കമില്ല. 6 മാസത്തിന് ശേഷം ചേരുന്ന അടുത്ത യോഗത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യാറുള്ളത്. എന്നാൽ ഷെറിന്റെ കാര്യത്തിൽ ആദ്യ യോഗം തന്നെ അംഗീകാരം നൽകി. ജയിലിലെ നല്ല നടപ്പ് കൊണ്ടാണ് ശിക്ഷ ഇളവിന് പരിഗണിച്ചതെന്ന് കണ്ണൂർ വനിതാ ജയിൽ ഉപദേശക സമിതി അംഗം MV സരള പറഞ്ഞത് അടക്കം മലയാളികൾ കേട്ടു. ഉപദേശക സമിതി നല്ല രീതിയിൽ പരിശോധന നടത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. എല്ലാ റിപ്പോർട്ടുകളും അവർക്ക് അനുകൂലമായിരുന്നു. പുറത്തുവിട്ടാൽ പ്രശ്നമുണ്ടാകില്ലെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ജയിൽ വകുപ്പിന്റെ റിപ്പോർട്ടും അനുകൂലമായിരുന്നു. പ്രത്യേകിച്ച് ഒരു മുൻഗണനയും ഉപദേശക സമിതി നൽകിയിട്ടില്ല. ഷെറിൻ മാനസാന്തരപ്പെട്ടു. ഇപ്പോൾ കുറ്റവാസനയില്ല. സ്വഭാവത്തിൽ ഒരുപാട് മാറ്റം വന്നു. ജയിലിലെ പ്രവർത്തനത്തെക്കുറിച്ച് നല്ല അഭിപ്രായം മാത്രമാണുള്ളത്. എല്ലാ കാലത്തും ഒരാളെ കുറ്റവാളിയായി കാണുന്നത് ശരിയല്ലെന്നും സരള പറഞ്ഞിരുന്നു. സരളയ്ക്ക് പുറമെ CPM നേതാക്കളായ KK ലതിക, KS സലീഗ എന്നിവരും സമിതിയിലുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ഷെറിനെ പിന്തുണച്ചു. 2009 നവംബർ 7 ഷെറിന്റെ ഭർത്തൃപിതാവ് ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കര കാരണവർ കൊല്ലപ്പെടുന്നത്. ഷെറിന് മാത്രം ശിക്ഷ ഇളവ് ലഭിച്ചതിന് പിന്നിൽ ഉന്നതരുടെ സ്വാധീനമുണ്ടെന്ന് കരുതണമെന്നും കാരണവരുടെ ബന്ധുവും കേസിലെ 1ാം സാക്ഷിയുമായ അനിൽകുമാർ ഓണംപള്ളിയിൽ നേരത്തെ പ്രതികരിച്ചിരുന്നു. ഷെറിന്റെ ഭർത്താവ് ബിനു പീറ്റർ ഉൾപ്പെടെ കാരണവരുടെ 3 മക്കളും US-ലാണ്. അവരുമായി കൂടിയാലോചിച്ച് തുടർ നടപടികൾ തീരുമാനിക്കുമെന്നും പറഞ്ഞിരുന്നു. ഇതിനിടെ സർക്കാർ ഈ ശ്രമത്തിൽ നിന്ന് പിന്മാറുന്നുവെന്ന സൂചനകൾ എത്തി. അതുകൊണ്ട് തന്നെ ആരും കേസുമായി മുമ്പോട്ട് പോയില്ലെന്നാണ് സൂചന. 2009 നവംബർ 7 ചെറിയനാട് തുരുത്തിന്മേൽ കാർണവേഴ്സ് വിലയിൽ ഭാസ്കർ കാരണവരെ ഇളയ മകൻ ബിനു പീറ്ററിന്റെ ഭാര്യ ഷെറിൻ കൊലപ്പെടുത്തിയത്. 2001 ഇവർ വിവാഹിതരായത്. ഷെറിനെ സ്വത്തുക്കളുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും ഒഴിവാക്കിയതാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്. ഷെറിനും സുഹൃത്ത് ബാസിദ് അലിയും സുഹൃത്തുക്കളായ ഷാനു റഷീദ്, നിതിൻ എന്നിവരും ചേർന്നാണ് കൊലപാതകം നടത്തിയത്. ഷെറിനാണ് കേസിൽ 1ാം പ്രതി, ബാസിദ് 2ാം പ്രതി. സാമൂഹിക മാധ്യമമായ ഓർക്കുഡ് വഴിയാണ് ഷെറിൻ ഇയാളുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിച്ചത്.